നാളെ നടക്കാൻ പോകുന്ന +2 അക്കൗണ്ടൻസിയിലെ ഓണപരീക്ഷയ്ക്ക് 100% 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് നോക്കാം. ഫസൽ ആൻഡ് തൻസീം വെർ ഈക്വൽ പാർട്ട്നേഴ്സ്. ഫസലും തൻസീമും ഈക്വൽ പാർട്ട്നേഴ്സാണ്. ഇവർ രണ്ടുപേരുടെയും ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000-ഉം തൻസീമിന് 40,000-ആണ്. അപ്പം ആ ഒരു വർഷം തുടങ്ങുന്ന സമയത്ത് ഫസലിൻ്റെ ക്യാപിറ്റലിൽ 50,000 ബാലൻസും തൻസീമിൻ്റെ ക്യാപിറ്റലിൽ 40,000 രൂപ ബാലൻസും ഉണ്ടായിരുന്നു. ഈ ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% എന്തുണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തൻസീം ഈസ് എൻടൈറ്റിൽഡ് വിത്ത് എ സാലറി ഓഫ് 500 പെർ മന്ത്. ഓരോ മാസവും 500 രൂപ വീതം എന്തുണ്ട് തൻസീമിന് നമ്മൾ സാലറി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഡ്രോയിങ്സ് ഓഫ് ഫസൽ ആൻഡ് തൻസീം വേർ 3,000 and 6,000, 3,000 and 2,000. തൻസീമും ഫസലും 3,000, 2,000 രൂപ വീതം ബിസിനസ്സിന് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫസലിനും തൻസീമിനും 300, ഫസലിനും തൻസീമിന് 200 ഉണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് ഈസ് 34,500. അങ്ങനെയാണെങ്കിൽ പ്രിപ്പയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ കിട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ബിസിനസ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് നേരത്തെ കണ്ടിട്ടുണ്ട് 34,500 ഈ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് രണ്ട് പാർട്ട്നേഴ്സായ ഫസലിനും തൻസീമിനും നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന അക്കൗണ്ടാണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് രണ്ട് സൈഡ് ഉണ്ടാകും. ഒന്ന് ഡെബിറ്റ് സൈഡ്, രണ്ടാമത്തത് ക്രെഡിറ്റ് സൈഡ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓഫ് ഫസൽ ആൻഡ് തൻസീം, FNT എന്നാണ് കൊടുക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ പർട്ടിക്കുലേഴ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും പർട്ടിക്കുലേഴ്സ് ഉണ്ടാകും. ഇവിടെ എമൗണ്ട്, ഇത് എമൗണ്ട് കോളമാണ്. സോ എമൗണ്ട് കോളം, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഇനി ഇതൊന്നുമല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ? രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. എന്താ? ഒന്നാമത്തത് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. എന്താ? നെറ്റ് പ്രോഫിറ്റ് എത്ര? 34,500. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. എത്രയാ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 300-ഉം 500 അല്ലേ? സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫസല് 300, തൻസീം 200, ടോട്ടൽ 500. ഒന്നുമില്ല, ടോട്ടൽ ചെയ്തോളൂ. എത്ര? 35,000. ഇത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ ക്രെഡിറ്റ് സൈഡിലുള്ള രണ്ട് ഐറ്റംസ്, നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ചില ക്വസ്റ്റനിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടാവില്ല, പക്ഷേ നെറ്റ് പ്രോഫിറ്റ് എന്തായാലും തരും. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഈ സൈഡ് കംപ്ലീറ്റ് ആക്കുക. ഇതോടുകൂടി നമ്മുടെ പകുതി പാർട്ട് കഴിഞ്ഞു. ഇത് ഉറപ്പ്. ഇതിങ്ങനെ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ച ആൾക്കാരാണെങ്കിൽ ഈ ഫോർമാറ്റ് നോക്കണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ഇത് തിയറി അല്ല, ഇത് വെറും തിയറിറ്റിക്കലി പറയാണ്, കൺസെപ്റ്റ് അല്ല. എന്താ? നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഒരുമിച്ച് ഇവിടെ എഴുതുക. ഇനി എന്ത് ചെയ്യുക? ഇപ്പുറത്ത് 35,000 എഴുതുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുക. എന്താണ്? ഡെബിറ്റ് സൈഡിൽ എന്തല്ല എഴുതേണ്ടത്? എന്താ? ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10%. അപ്പോൾ 50,000-ന് 10% എത്ര? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആർക്കാ? ഇൻട്രസ്റ്റ് ഫസലിന് 50,000 ഇൻറ്റു 10/100 എത്ര കിട്ടും? 5,000 അല്ലേ? സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫസലിന് 5,000 ഉണ്ടാവും. അപ്പോൾ തൻസീമിന് എത്ര ഉണ്ടാവുക? തൻസീമിന് എങ്ങനെ കാണുക? 40,000 അല്ലേ? തൻസീമിന് 40,000 ആണ് എന്ത്? ക്യാപിറ്റൽ അത്. സോ 40,000 ഇൻറ്റു 10/100 ഈസ് ഈക്വൽ ടു 4,000. സോ തൻസീമിന് 4,000 ഉണ്ടാവും. സോ രണ്ടും കൂടി കൂട്ടുമ്പം 9,000 എന്തുണ്ടാവും? ഇൻട്രസ്റ്റ്. ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 9,000 ഉണ്ടാകും. ഇനി അടുത്ത കാര്യം എന്താ? തൻസീം ഈസ് എൻടൈറ്റിൽഡ് എ സാലറി ഓഫ് 500 പെർ മന്ത്. അപ്പം 500 രൂപ ഒരു മാസം. 500 ഇൻറ്റു 12 എത്രയാണ്? ഒരു മാസം 500 ആകുമ്പം 12 മാസത്തേക്ക് 6,000 രൂപ കിട്ടും അല്ലേ? സോ സാലറി ടു ആർക്കാ? തൻസീമിന് മാത്രമേ ഉള്ളൂ 6,000 രൂപ. സോ ഇത് ഇവർക്ക് കൊടുത്തു. സോ സാലറി 6,000 കൊടുത്തു അല്ലേ? അപ്പം ഇത് രണ്ടും ആണെന്ത് ആകെ കൊടുക്കാനുള്ളത്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഡ്രോയിങ്സ് ഓഫ് ഫസൽ ആൻഡ് തൻസീം. ഈ ഡ്രോയിങ്സ് ഒരിക്കലും എവിടെ വരില്ല, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരില്ല. അപ്പോൾ അഥവാ ഇങ്ങനെ തന്നാലും അത് നമ്മൾ എന്ത് ചെയ്യണം? മൈൻഡ് ആക്കരുത്, അത് ഒഴിവാക്കി കളയണം. ഇനി വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ? ഇല്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓൾറെഡി ചെയ്തു, നെറ്റ് പ്രോഫിറ്റും തന്നു. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? ബാലൻസ്. അഥവാ ഇവിടെ 34,500-ഉം 500-ഉം മൊത്തം 35,000. സോ ഈ 35,000 ആണ് ഇവർക്ക് വീതിക്കേണ്ടത്. സോ 35,000 നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 9,000 കുറയ്ക്കണം. 9,000. രണ്ടാമത് സാലറി ആയിട്ടുള്ള 6,000. സോ സാലറിയോ ഇൻട്രസ്റ്റോ ദെൻ കമ്മീഷനോ അങ്ങനെ എന്തൊക്കെയാണ് ക്രെഡിറ്റ് സൈഡിലുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അത് മൈനസ് ചെയ്താൽ ബാക്കി എത്ര കിട്ടും? ബാക്കി 20,000 കിട്ടുക. എത്ര? ബാക്കി 20,000. അഥവാ
ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് ഇവർക്ക് കൊടുക്കാനുള്ള സാലറി ഇവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്ത് ബാക്കിയുള്ളത് 20,000 അപ്പോൾ ഈ 20,000 ഇവരെന്താ ഈക്വൽ പാർട്ട്നേഴ്സാണ്. അത് രണ്ടുപേർക്ക് ഈക്വൽ 20,000 രണ്ടുപേർക്ക് ഈക്വലായി വീതിക്കും എത്ര കിട്ടും 10,000 പ്ലസ് 10,000 10,000 പ്ലസ് 10,000 അല്ലേ 20,000. സോ എന്താ ബാക്കിയുള്ളത് എന്ത് ചെയ്യണം നെറ്റ് പ്രോഫിറ്റ് എന്താണ് ബാക്കിയുള്ള പ്രോഫിറ്റാണ്. സോ പ്രോഫിറ്റ് ഷെയർ ആർക്കൊക്കെ പ്രോഫിറ്റ് ഷെയർ ഫസലിന് എത്ര ഉണ്ടാവും 10,000 ഉണ്ടാവും. പ്രോഫിറ്റ് ഷെയർ തൻസീമിന് എത്ര ഉണ്ടാവും 10,000 ഉണ്ടാവും. ടോട്ടൽ 20,000 നോക്ക് 20,000 26,000 35,000 കണ്ടോ ഈ സൈഡ് ടോട്ടൽ 35,000 അല്ലേ. സോ ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഒക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യം നെറ്റ് പ്രോഫിറ്റ് പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടോട്ടൽ ചെയ്യാം. എന്നിട്ട് സാലറി ഉണ്ടെങ്കിൽ സാലറി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ തന്നെ കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അത് കൊടുത്ത് ബാക്കിയുള്ള പൈസ രണ്ടുപേർക്കും അവരെ ഷെയർ ഇവിടെ ഈക്വൽ ആയിട്ടാണ്. ചില ക്വസ്റ്റ്യന് 2:1 3:1 ഒക്കെ ഉണ്ടാവുക. സോ എങ്ങനെയാണുള്ളത് ആ ഷെയറിൽ എന്ത് ചെയ്യുക ഇത് വീതിച്ചു കൊടുക്കുക ടോട്ടൽ ചെയ്യാം. ഇതാണ് എന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 5 മാർക്കിന് ഷുവർ ആയിട്ട് വരുന്ന ചോദ്യം. മക്കളെ ഉറപ്പിച്ചോളൂ. ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് ഫ്രം ഹംസത്ത് ലിബാൻ സാർ.